ഹായ് വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് അഡീനിയം സീഡ്സ് നമുക്ക് എങ്ങനെ ചെറിയ സീഡ്സിനെ നമുക്ക് എങ്ങനെ റീപോട്ട് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ്. അതിന്റെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പോട്ടിംഗ് മിക്സ്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന്റെ മുമ്പായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഇത് ഏകദേശം 4 മാസം പ്രായമായിട്ടുള്ളൊരു അഡീനിയം സീഡ്സ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു വീഡിയോ നമ്മൾ നടുന്ന കാര്യങ്ങളൊക്കെ ഫസ്റ്റ് വീഡിയോയിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഇതിന് ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് 2 months അല്ലെങ്കിൽ 2 to 3 monthsന്റെ ഉള്ളിൽ തന്നെ നമ്മൾ അതിനെ റീപോട്ട് ചെയ്യണം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ 2 months ഒക്കെ ആകുമ്പം ഏകദേശം ഒരേ ഒരു ഹൈറ്റിലും കാര്യത്തിലൊക്കെയാണ് ഇത് ശരിക്കും ഉണ്ടായിരുന്നത്. അപ്പം ഞാനിതിങ്ങനെ എടുക്കാന്ന് പറഞ്ഞിട്ട് കുറേ ലേറ്റായി, അങ്ങനെ ഒരു 3-4 മാസമായിപ്പോയി. അപ്പോൾ ഇതിൻ്റെ ഒരു ശരിക്കും ഉള്ളൊരു കാര്യം പറയാന്ന് വെച്ചാൽ ഇപ്പം ഓരോന്നിനും ഓരോരോ ലെങ്ത്തും, ചിലത് കുറച്ചും കൂടി തടിയുണ്ട്, ചിലത് കുറച്ച് മെലിഞ്ഞിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി എന്താന്ന് വെച്ചാൽ, നമ്മൾ അഡീനിയം പ്ലാന്റ്സ് അതായത് 2 മാസം കഴിയുമ്പം ഏകദേശം ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരേ ഒരു വലുപ്പമൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം എല്ലാത്തിനും ഒരുപാട് ചേഞ്ചസ് വന്നു എന്ന് പറഞ്ഞു. അതെന്ന് വെച്ചാൽ ആരോഗ്യമുള്ള ഇതിലിപ്പം പല ആരോഗ്യത്തിലാണ് പലത് ഇരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു സ്റ്റേജ്. അന്ന് ശരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഒരേ ഒരു ഇതിലായിരുന്നു. പക്ഷെ അത് വലിപ്പം വെക്കും തോറും അതായത് അതിന് കൂടുതൽ ന്യൂട്രിയൻസ് ആവശ്യം വന്നു. അപ്പൊ ഇത് വെറും മണലിലാണ് ഞാൻ നട്ടിട്ടുള്ളത്, ഇതിലൊരു വളവും ഞാൻ കൊടുത്തിട്ടില്ല. അപ്പം വലിപ്പം വെക്കുന്നതിനനുസരിച്ചിട്ട് അതിന് അത്യാവശ്യം വേണ്ട വളങ്ങൾ നമ്മൾ ന്യൂട്രിയൻസ് അതിന് വേണം. പക്ഷെ നമ്മളിത് റീപോർട്ട് ചെയ്യാത്തത് കാരണം ആരോഗ്യമുള്ളത് ആരോഗ്യം ഇല്ലാത്തതിന് കുറച്ച് ന്യൂട്രിയൻസ് ഒക്കെ ശേഖരിച്ചെടുത്തിട്ട് ചിലതൊക്കെ വളരെ ഉഷാറായിട്ടുണ്ട്, ചിലതൊക്കെ കുറച്ചൊന്ന് ചെറുതായിട്ടുമുണ്ട്. അപ്പൊ ഈക്വൽ ആയിട്ട് ഇരിക്കുന്നില്ല. പിന്നെ വേറെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇതിപ്പം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് സീഡ്സ് ആണുള്ളത്. ചിലപ്പോൾ നമ്മൾ കുറേ എണ്ണം ഇങ്ങനെ വെക്കുമ്പം ക്രൗഡഡ് ആയിട്ട് നിൽക്കും, അതും ഒരു പ്രശ്നമാണ്. അതായത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2 മാസം കഴിയുമ്പം തന്നെ നമ്മൾ അതിനെ റീപോട്ട് ചെയ്യണം. വേറൊരു കാര്യം കൂടി ഞാൻ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു പോട്ടായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പം ഇത് വളരെ ചെറിയൊരു പ്ലാന്റ് ആണ്. അപ്പം നമ്മൾ അതിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പോട്ട്, അല്ലാണ്ട് ഈ ഒരു സീഡ് അല്ലെങ്കിൽ ഈ ഒരു പ്ലാന്റ് നമ്മൾ വലിയൊരു സീഡ് പോട്ടിൽ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ളൊരു പോട്ട് വേണം നമ്മൾ ആദ്യം തന്നെ സെലക്ട് ചെയ്യാം. ഇങ്ങനെയുള്ള ഒരു പോട്ടിലേക്കാണ് നമ്മൾ മാറ്റേണ്ടത്. ഇതിലും കാട്ടി കൂടുതൽ വലിയ പോട്ടായി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല പോട്ടിംഗ് മിക്സ്ചറൊക്കെ നല്ല അതിനത് ആവശ്യമുള്ള ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു പോട്ടിംഗ് മിക്സാണ് നമ്മളിപ്പോൾ ഇതിൽ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് പ്ലാന്റ് വലുതാവണമെങ്കിൽ, അതായത് ഇതിലും വലിയൊരു പോട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു ഗ്രോത്ത് നമുക്ക് അതിന് കിട്ടില്ല. ഇതിനെ നമുക്ക് എന്നിട്ട് ഒരുവിധം വലുതായി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനെ റീപോട്ട് ചെയ്യാം. അതായത് ഇപ്പം ഇങ്ങനെയുള്ള ഒരു പ്ലാന്റിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനത്തെ ഒരു കുട്ടി പോട്ടിലേക്കാണ് നമ്മൾ വെക്കണേ വെച്ചാൽ ഇതിന് അത്യാവശ്യം നല്ല ഗ്രോത്ത് കിട്ടും. ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഈ ഒരു പ്ലാന്റിനെ ഷിഫ്റ്റ് ചെയ്യാനായി. ഇപ്പം ഏതായാലും ബ്ലൂം ചെയ്ത് കുഴപ്പമില്ല, പക്ഷെ ഷിഫ്റ്റ് ചെയ്യണത് ഷിഫ്റ്റ് ചെയ്യുന്നത് ഏകദേശം ഇങ്ങനെ ഒരു പോട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഗ്രോത്ത് ആയിരിക്കും അതിന് കിട്ടുക. ഓക്കെ. അപ്പം പിന്നെ വേറെ ഒരു കാര്യം, നമ്മൾ പൊതുവേ ഈ മടിയായത് കാരണം ഇത് മാറ്റാൻ ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ചെടിയുടെ ഗ്രോത്തിനും അതുപോലെ തന്നെ ഹെൽത്തിനൊക്കെ അത് കേടുവരും കേട്ടോ. ഇപ്പം ഇത് കണ്ടോ, ഇതിപ്പം ഈ ഒരു ചെടി ഇതിപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ശരിക്കും ഞാൻ മാറ്റേണ്ടതായിരുന്നു. പക്ഷെ ഞാൻ മാറ്റാത്തത് കാരണം ഈ ഒരു പൂവ് അത്യാവശ്യം നല്ല വലുപ്പം വെച്ചിട്ടുണ്ട്. ഇത്ര വലുപ്പം നോക്കിക്കേ. ഈ ഒരു സ്റ്റെമ്മിന് ഈ ഒരു പൂവ് ഹോൾഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇതിനില്ല, അത് വീക്കാണ്. അപ്പൊ ഇതിന് വേണ്ട വളങ്ങളൊക്കെ ഇതിന് കിട്ടിയപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ട് കുറച്ചുകൂടി ഒരു ബിഗർ സൈസ് പോട്ടിലേക്ക് നമ്മൾ മാറ്റണം. അതായത് ഇങ്ങനെ ഒരു ബിഗർ സൈസ് പോട്ടിലേക്ക് നമ്മൾ മാറ്റണം. അപ്പൊ അതിന്റെ ഗ്രോത്തിനനുസരിച്ചിട്ട് നമ്മൾ റീപോട്ട് ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവുക. ഞാനൊരു ബിഗിനറാണ്, അപ്പൊ എനിക്ക് പെട്ടെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഇതപ്പോൾ ഞാൻ നേരിടുന്ന പ്രശ്നങ്ങളാണ്. ഇതിപ്പോ കണ്ടോ, ഇതിപ്പോ വേറൊരു ചെടിയാണ്. അപ്പൊ ഇതിന്റെ കോഡെക്സ് ഒക്കെ നോക്കിക്കുക നിങ്ങൾ, അത്യാവശ്യം വലുതായി. അപ്പൊ നമ്മൾ ഇതിപ്പോ മാറ്റേണ്ടിയിരിക്കുന്നു. ഓക്കെ. അപ്പൊ നമ്മൾ ആ ഒരു സ്റ്റേജസിൽ നമ്മൾ മാറ്റണം എന്നാ പറയുന്നത്. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ഒരു ഗ്രോത്ത് അതിന് കാണുള്ളൂ. മറ്റേ നമ്മളിതിപ്പോൾ നമ്മളിതാക്കി എന്താ പൂടാത്തത് അല്ലെങ്കിൽ എന്താണ് ഇത് വലുതാവാത്തത്, അത് നമ്മളെ അടുത്തുള്ള കുഴപ്പം തന്നെയാണ്. ശരിക്കും മോസ്റ്റ്ലി ഒരു 90% നമ്മളെ അടുത്തുള്ള മിസ്റ്റേക്സ് ആണ്. നമ്മളത് കൃത്യസമയത്തിന് ഷിഫ്റ്റ് ചെയ്യാത്തതും കാരണമൊക്കെയാണ് ശരിക്കും ചെടികൾ കേടാവല്ലേ. അപ്പം ഫസ്റ്റത്തെ കാര്യം, നമ്മൾ 2 മാസം പ്രായമാകുമ്പോൾ തന്നെ നമ്മൾ അതിനെ ഷിഫ്റ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം പോട്ട് സെലക്ഷൻ ആണ്. വലിയ പോട്ടിൽ കൊണ്ടിട്ട് ചെറിയ പ്ലാന്റ് നടാതിരിക്കാം. അപ്പം ഇത് 2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം.
അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം 2 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അഡീനിയത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടില്ല, അതായത് ഫ്ലവറിംഗ് ബൂസ്റ്റർ പറ്റിയിട്ടൊരു വീഡിയോ റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പം നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുള്ളവർ നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പം ഓൾമോസ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. നമ്മുടെ പോട്ടിംഗ് മിക്സിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു പോർഷൻ ഗാർഡൻ സോയിലാണ്. വളരെ നല്ല വളക്കൂറുള്ള മണ്ണാണ് കേട്ടോ. പിന്നെ ഒരു പോർഷൻ നല്ല ഉണങ്ങിയ ചാണകമാണ്. നിങ്ങൾക്ക് ഏത് തരം കമ്പോസ്റ്റ് വേണേൽ ഉപയോഗിക്കാം, വേർമി കമ്പോസ്റ്റ് അങ്ങനെ എന്ത് വേണേൽ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഒരു പോർഷൻ, ചെറിയൊരു പോർഷൻ പെർലൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് നല്ല ഡ്രെയിനേജിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു പോർഷൻ മണലും നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെമ്മണ്ണ് ഉപയോഗിക്കാം, വളരെ നല്ലതാണ് ചെമ്മണ്ണ്. എനിക്കിവിടെ ഇല്ലാത്തത് കാരണമാണ് കേട്ടോ. അപ്പോൾ നല്ല മണ്ണ് നല്ല ഇങ്ങനെ ആയിരിക്കണം. പിന്നെ വേണമെങ്കിൽ കുറച്ച് ചകിരിച്ചോറും കൂടി യൂസ് ചെയ്യാം. അപ്പം നമ്മുടെ മണ്ണ് കണ്ടില്ലേ, നമ്മൾ ഒരു 4 മാസം മുമ്പേ ഉള്ള മണലിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. വളരെ മൈന്യൂട്ടായിട്ടുള്ള, വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സീഡ്സ് ആയിരുന്നു. അതാണ് ഇപ്പം നല്ല ശക്തി ആർജിച്ചിട്ട് ഇരിക്കുന്നത്. ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, സമയമൊന്ന് തെറ്റിപ്പോയി. ചിലതിന് പല പല സൈസും ലെങ്ത്തൊക്കെ ആയിപ്പോയി എന്നുള്ളൊരൊറ്റ പ്രശ്നമേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇതിന് തീരെ നനച്ചു കൊടുക്കാറില്ല, ഡെസേർട്ട് പോലെ ആയിട്ടുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും തന്നെ നനച്ചു കൊടുക്കാറുള്ളൂ. എല്ലാ ചെടികളുടെ കൂട്ടത്തിൽ ഇത് വെക്കാറില്ല, മാറ്റിയിട്ട് തന്നെ വെക്കുക. എന്താ വെച്ചാൽ നമ്മൾ എല്ലാത്തിലും നനയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇതിന് എന്നും ഡെയിലി നനവ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ചീഞ്ഞു പോയത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മളിത് റിമൂവ് ചെയ്യേണ്ടത്, ഒരുപാട് വേരുകളൊന്നും അടിയിലേക്ക് പോയിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് മെല്ലെ പൊട്ടിപ്പോവാതിരിക്കണം. വലിച്ച് ഊരുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകും. അപ്പോൾ ഒരു കുഴപ്പം പറ്റിയിട്ടില്ല, വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ട്. നല്ല വേരൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട്. പിന്നെ നമ്മളവിടെ കോഡെക്സ് ആണ് ആ പോർഷൻ അപ്പോൾ തൊടുന്നത്. ആ കോഡെക്സ് പോർഷൻ തൊട്ട് കഴിഞ്ഞാൽ തന്നെ കാണാൻ വളരെ ഹെൽത്തിയാണ്, ഞെങ്ങൊന്നും ഒന്നുമില്ല. അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം മാറ്റി നടുമ്പോൾ കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അങ്ങനെ എടുത്ത് നോക്കാം. ഇപ്പം നിങ്ങൾ നോക്കിക്കുക, ഇതിൽ ഒരുപാട് ഇലകൾ അപ്പോൾ ഇതിൽ തന്നെ ഇഷ്ടം പോലെ ഇലകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് 2 മാസം മുമ്പേ ആണ് അത് മാറ്റേണ്ടത് വെച്ചാൽ ഇപ്പോൾ 2 മാസം കഴിഞ്ഞല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ല വലിയൊരു പ്ലാന്റ് തന്നെ ആയിണ്ടാവായിരുന്നു. അപ്പോൾ നോക്കൂ, എല്ലാ പ്ലാന്റും ഇതിൽ ഒരെണ്ണം പോലും, ഈ ഒരു ട്രെയിൽ വെച്ചത് ഒരെണ്ണം പോലും കേടായിട്ടില്ല. എല്ലാം വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഏറ്റവും വലുതപ്പോൾ ഞാൻ എടുത്ത് മാറ്റിയത് കേട്ടോ. മൂപ്പരാണ് ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും ന്യൂട്രിയൻസ് മുഴുവൻ അടിച്ച് മാറ്റി എടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഏതായാലും വളരെ സന്തോഷമായിട്ട് ഉള്ളൊരു സംഭവം കേട്ടോ ഇത്. എല്ലാം കൂടി നല്ല ഇതായിട്ട് കിട്ടി. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ വേറൊരു ചട്ടിയിൽ നട്ടതായിരുന്നു ഇത്. ഇതും ഞാൻ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് കൊക്കോപ്പിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2-3 എണ്ണം കേടായി പോയിട്ടുണ്ടായിരുന്നു മുമ്പ് കേട്ടോ. അപ്പോൾ കേടായത് ഞാൻ ഒഴിവാക്കിയതാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, 2 ഇലയേ ഉള്ളൂ അതിൻ്റെ ടോപ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് ആ ഒരു വളർച്ചക്കുറവിൻ്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയത്. പിന്നെ വേറെ ഒരെണ്ണത്തിലും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു, അതിലും കുറേ എണ്ണം കേടായിപ്പോയി. അപ്പോൾ അതിൽ വെള്ളം കൂടിയിട്ടുള്ള പ്രശ്നമായിരുന്നു, ചീഞ്ഞു പോയി. കോഡെക്സിൻ്റെ പോർഷൻ ഇങ്ങനെ ചീഞ്ഞു പോയി. അപ്പോൾ ആദ്യത്തെയൊക്കെ ഞാൻ എടുത്ത് മാറ്റിയതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഞെക്കി നോക്കണം അതിൻ്റെ കോഡെക്സ്. അങ്ങനെ ഞെങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ അതിന് വലിയ ചിലപ്പം ആയുസ് ഉണ്ടാവില്ല, മാറ്റിയിട്ടും വലിയ കാര്യം ഉണ്ടാവില്ല. അപ്പം അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മളെ പോട്ട് അടിയിൽ ഹോൾസ് ധാരാളം ഉള്ളത് കാരണം ഞാൻ കല്ല് വെച്ചിട്ടില്ല. നിങ്ങൾക്ക് ഒറ്റ ഹോളൊക്കെ ആണെങ്കിൽ എന്തായാലും അടിയിൽ സ്റ്റോൺസ് വെക്കുക കേട്ടോ. എന്നിട്ട് ഒരു ഇത്ര ഫില്ല് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് വെക്കുക. ഇനി വെക്കുമ്പോൾ ബിഗിനേഴ്സിനൊക്കെ, നന്നായിട്ട് അറിയുന്നവർക്ക് പിന്നെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ തുടക്കക്കാർക്ക് ചിലപ്പോൾ അറിയുണ്ടാവില്ല. ഈ അടിയത്തെ ആ ഒരു ജസ്റ്റ് ആ വേര് വരുന്ന ഭാഗം മാത്രം നമ്മൾ മണ്ണിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കിയുള്ള ആ കോഡെക്സ് പോർഷൻ എപ്പോഴും പൊങ്ങി മേലേക്ക് തന്നെ ഇരിക്കണം. അല്ലെങ്കിലാണ് നമ്മൾ നനയ്ക്കുമ്പോൾ ഒക്കെ പെട്ടെന്ന് അത് ആ ഭാഗം ചീഞ്ഞു പോകാനുള്ളൊരു ചാൻസ്. അപ്പം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കും. അപ്പം നല്ലോണം സെറ്റായിട്ട് ഉണ്ട്. ഇപ്പോൾ ഇതുപോലെ നമ്മളെല്ലാം തന്നെ ഷിഫ്റ്റ് ചെയ്യുക. ശരിക്കും നല്ലത് പ്ലാസ്റ്റിക് പോട്ട് അല്ല കേട്ടോ, ശരിക്കും നല്ല മൺചട്ടി കിട്ടുകയാണെന്ന് വെച്ചാൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഒരു ലിറ്റർ വെള്ളത്തിൽ കുറച്ച് ഒരു നുള്ള് ആൻറ്റി ഫംഗൽ പൗഡർ ഇട്ടിട്ട് മിക്സ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ വല്ല ഫംഗൽ ഇൻഫെക്ഷൻ പെട്ടെന്ന് മാറ്റിയതല്ലേ, അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരൊറ്റ തവണ ഈ ഒരു ദിവസം നമ്മൾ നടുന്ന ഒരു ദിവസം മാത്രം നനച്ചു കൊടുക്കുക. 3-4 ദിവസത്തേക്ക് തീരെ നനയ്ക്കാതിരിക്കുക. ഷെയ്ഡുള്ളൊരു സ്ഥലത്ത് മാത്രമായിട്ട് വയ്ക്കുക. പിന്നെ അതിന് ശേഷം മാത്രം നല്ല വെയിലത്തേക്ക് മാറ്റി വെച്ചാൽ മതി. പിന്നെ മണ്ണ് നല്ല ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം അടുത്ത തവണയായിട്ട് നനച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒറ്റ പ്രാവശ്യം നനയ്ക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു പുതിയ മീഡിയത്തിലേക്ക് വന്നപ്പം ചെടിക്ക് ഒരു പ്രത്യേകമായിട്ട് ഒരു ട്രാൻസ്പ്ലാന്റ് ഷോക്ക് തന്നെ വരും. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഷെയ്ഡിൽ 3-4 ദിവസം വെച്ചിട്ട് പിന്നെ അതൊന്ന് സെറ്റായി കഴിഞ്ഞതിന് ശേഷം മാത്രം വെയിലത്തേക്ക് വെക്കുക. അങ്ങനെ ഇപ്പോൾ ഞാൻ എല്ലാം തന്നെ നനച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 എണ്ണം നല്ല വലിയ പ്ലാന്റ് കിട്ടിയത് തൊട്ട വലിയൊരു പോട്ടിലേക്കാണ് ഞാൻ മാറ്റിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാത്തിലും നമ്മൾ ആൻറ്റി ഫംഗൽ ഒഴിച്ചു കൊടുക്കണം. അതിന് ശരിക്കും മടി വിചാരിക്കുകയും ചെയ്യേണ്ട, ഒരിത്തിരി നേരത്തെ പണിയുള്ളൂ. അത് എന്തിനാപ്പോൾ അത് കുഴപ്പമില്ല, അത് ഉണ്ടായിക്കോളൂ എന്ന് വിചാരിക്കേണ്ട. ചില സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയാൽ ചിലപ്പോൾ ചെടികൾ മൊത്തമായിട്ട് നഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അതിനാണ് ആ ഒരു സംഭവം ചെയ്യണമെന്ന് പറയുന്നത്.
ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഫെർട്ടിലൈസേഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട, ചെടിയൊന്നും ഉഷാറായി അത്യാവശ്യം ഇലകളൊക്കെ വന്നതിൻ്റെ ശേഷം നമുക്ക് അതിനെ പറ്റിയിട്ട് ചിന്തിച്ചാൽ മതി. എന്തെങ്കിലും ഒരു ഫെർട്ടിലൈസർ ചെയ്ത് കൊടുക്കാം, NPK അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുകയാണ് കേട്ടോ, അത് പറയാൻ മറന്നുപോയേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.